5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. പത്മ, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. മരുമകളെ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ. സൂര്യയുടെ ഭാര്യ. അവള് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. വെള്ളം കുടിക്ക. അവളിവിടെ ഇല്ലാതിരുന്നിട്ട് പോലും അവളാ പലരുടെയും ചർച്ച. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നതാണെങ്കിലും നമ്മളെ നാണം കെടുത്തണമെന്നുണ്ടാവും അവറ്റകൾക്ക്. എന്തിനാ ആന്റി അങ്ങനെ നമ്മളോട് ചോദ്യം ചോദിക്കുന്നവരെയൊക്കെ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്. അങ്ങനെ അവളെ ചോദിക്കുന്നവരൊക്കെ ഈ പൂജ ഭംഗിയായിട്ട് നടക്കുന്നത് കാണണം. നാളുകൾക്ക് ശേഷം അവളുടെ തലവെട്ടയില്ലാതെ ഈ കുടുംബത്തിൽ ഒരു ഐശ്വര്യമുള്ള ചടങ്ങ് നടക്കാൻ പോവാണ്. സൂര്യ, പത്മയ്ക്കും ഇന്ദ്രജയ്ക്കൊപ്പം സുഹാസിനി പൂജയ്ക്ക് ഇരിക്കുന്നില്ലെന്ന് നന്ദിനി എന്നോട് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ആ തീരുമാനം മാറ്റാൻ ഞാൻ അവളെ നിർബന്ധിച്ചിരുന്നു. പൂജയിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കരുതെന്ന് നന്ദിനി എന്നോടും പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ അയാൾ വീട് വിട്ടു പോവോ? എത്ര നാളായി ഈ കുടുംബത്തിൽ അസ്വസ്ഥതകൾ തുടങ്ങിയിട്ട്? അറിഞ്ഞോ അറിയാതെയോ എല്ലാത്തിൻ്റെയും കേന്ദ്രബിന്ദുവായി വരുന്നത് നന്ദിനിയാണ്. എനിക്ക് തോന്നുന്നത് അവളില്ലാതെ ഈ പൂജ നടന്നോട്ടെ എന്ന് കരുതി എവിടെയോ മാറി നിൽക്കുന്നു എന്നാണ്. മാറി നിന്നാണോ മാറ്റി നിർത്തിയാണോന്ന് അറിയില്ല അച്ഛാ. നമ്മൾ പുറകിൽ നിന്ന് എത്ര ധൈര്യം കൊടുത്താലും അമ്മയയാൾക്ക് പേടിയച്ചാ. അമ്മ അയാളെ ആക്ഷേപിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും അയാളുടെ ഹൃദയത്തിൽ നിന്ന് കൊള്ളുന്നുണ്ട്. എന്തായാലും നീ ഇപ്പൊ ഇത് പത്മയോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഒരുപാട് ആളുകളുണ്ട്, അത് വലിയൊരു പ്രശ്നമാവും. പിന്നെ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നന്ദിനിക്കറിയാം. ഇവിടെ ചുറ്റുപാടുള്ള പല ക്ഷേത്രങ്ങളിലും സുഹാസിനി പൂജ നടക്കുന്നുണ്ട്. എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നന്ദിനി ഉണ്ടാവും. പൂജ കഴിഞ്ഞതിന് ശേഷം നമുക്കിറങ്ങി അന്വേഷിക്കാം. പക്ഷെ അച്ഛാ, മാറി നിൽക്കണമെന്ന് കരുതാൻ എളുപ്പാ. പക്ഷെ മുമ്പ് സംഭവിച്ച പോലെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഒരുപാട് വൈകിപ്പോയില്ല അച്ഛാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ ടെൻഷൻ ആവാതിരിക്കെ. ആദിശേഷൻ തിരുമേനി ഇപ്പൊ വരും. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അശുഭമായി ഒന്നും ഉണ്ടാവരുത്. അത് നമ്മുടെ കുടുംബത്തിനെ എന്നേക്കുമായി ബാധിക്കും. മനസ്സിലായോ? അടങ്ങിയിരിക്കണമെന്നൊക്കെ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ അയാളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കറിയാവൂടാ നിന്റെ ടെൻഷൻ. അവൾക്കൊന്നും സംഭവിക്കില്ല. മനുഷ്യരവളെ തോൽപ്പിച്ചിട്ടുണ്ടാവും, പക്ഷേ ദൈവം ഇതുവരെ അവളെ തോൽപ്പിച്ചിട്ടില്ല. സത്യത്തിൽ ആരാ ഈ VIP ഗസ്റ്റ്? എന്തിനാ സസ്പെൻസ്? സസ്പെൻസ് ഒന്നുമില്ല. എനിക്കും പത്മയ്ക്കും ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. വേണമെങ്കിൽ നമ്മൾ ഈ നിലയിലെത്താൻ കാരണക്കാരിയായ ഒരാളെന്നും പറയാം. നമ്മൾ ഈ നിലയിലെത്താൻ കാരണക്കാരിയായ ഒരാളോ? അത് വിചിത്രമാണല്ലോ. ആന്റി, ഞാൻ കേട്ടിരിക്കുന്നത് പരമ്പരാഗതമായിട്ട് നമ്മൾ ഒരു ബിസിനസ് ഫാമിലി എന്നാ.
അതിനിടയിൽ ഇങ്ങനെ ഒരാളുടെ സ്ഥാനം എന്താ? കുടുംബപരമായി ബിസിനസ്സുകളൊക്കെ ഉണ്ടായിരുന്നു വിജയ്. പക്ഷേ മുമ്പൊരിക്കൽ അതിന്റെ താളം പിഴച്ചു. അന്ന് ഞങ്ങള് ബിസിനസ് ഏറ്റെടുത്ത സമയ ഒരുപാട് താളപ്പിഴകളും അതിലേറെ ശത്രുക്കളും. അന്നൊരു സഹായം അഭ്യർത്ഥിച്ചത് ഈ വരുന്ന ആളിനോടാ. ഒരു മടിയില്ലാതെ സഹായിച്ചു. കോടിക്കണക്കിനുള്ള രൂപയാ ഞങ്ങളുടെ കയ്യിലെടുത്ത് വെച്ച് തന്നത്. ഒടുവില് ഞങ്ങളുടെ ബിസിനസ് മുഴുവൻ തിരിച്ചു പിടിച്ചപ്പോ, ലാഭവീതം ചേർത്ത് തിരിച്ചു കൊടുത്തപ്പോ തന്ന തുക മാത്രമേ അവര് തിരിച്ചെടുത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ ദൈവത്തിന്റെ സ്ഥാനം തന്നെയാ ഈ വ്യക്തിക്ക്. അമ്മേ, അമ്മേ സുഖാണോ? കുറെ നാളായല്ലേ കണ്ടിട്ട്. വരണം. അമ്മേ, വരണം വരണം. ചേച്ചി. സുഖമല്ലേ യതി? അതെ ചേച്ചി. ഒരു കാര്യം പറയട്ടെ, നിന്റെ ഈ ചേച്ചിയുള്ള ഉണ്ടല്ലോ, അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. ബാക്കി എവിടെ ചെന്നാലും മാഡം മാഡം മാഡം. അയ്യോ, അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇന്ദ്രജ, മൂത്ത മകള്. ഈശ്വര, കൊച്ചിലെ എങ്ങാണ്ട് കണ്ടതാ ഞാൻ. ഇത് ഇന്ദ്രജയുടെ ഭർത്താവ് വിജയകുമാർ. നമസ്കാരം. കമ്പനിയുടെ പ്രോജക്ട് മാനേജറാ. അമ്മയെക്കുറിച്ച് ഇവര് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇവരുടെ ദൈവം തന്നെയാണെന്നാ പറഞ്ഞേ. എന്റെ പൊന്നു പോലെ, ഈ സ്വത്തൊക്കെ ഉള്ളത് പൂട്ടിക്കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒരു കാര്യവുമില്ല. അത് ആവശ്യക്കാർക്കൊരു സമയത്ത് ഉപകരിക്കുമെങ്കിൽ ആ സമയത്ത് അത് കൊടുക്കുക. എന്നെങ്കിലേ അതുകൊണ്ട് വല്ല ഗുണവും നമുക്ക് കിട്ടത്തുള്ളൂ.